ഹലോ കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു പരീക്ഷാകാലം വന്നെത്തി. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും പേടിയാണ്. എന്നാൽ കൂട്ടുകാരെ, പരീക്ഷയെ പേടിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ കഴിവ് തെളിയിക്കുവാനുള്ള ഒരു അവസരമായിട്ട് വേണം പരീക്ഷയെ കരുതുവാൻ. പരീക്ഷ എന്ന അവസരത്തിന് മുന്നോടിയായി നാം ചില കാര്യങ്ങൾ മിക്കുവിനെ പോലെയും ചിക്കുവിനെ പോലെയും ചെയ്യേണ്ടതുണ്ട്. എന്തെല്ലാവരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? നിങ്ങൾക്ക് മിക്കുവിനെയും ചിക്കുവിനെയും അറിയില്ലേ? എങ്കിൽ വരൂ, നമുക്ക് മിക്കുവിൻ്റെയും ചിക്കുവിൻ്റെയും കഥ കേൾക്കാം. ജ്ഞാനപുരം ഗ്രാമത്തിലെ 2 കുട്ടികളായിരുന്നു മിക്കുവും ചിക്കുവും. നന്നായി പഠിക്കുന്ന ഇരുവരിൽ മിക്കുവാണ് പരീക്ഷയിൽ എപ്പോഴും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. ഇത് കാണുമ്പോൾ ചിക്കുവിന് എപ്പോഴും ദേഷ്യം വരും. മിക്കുവിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് മേടിച്ച് അവളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിക്കു എപ്പോഴും കരയും. പക്ഷേ ഓരോ പരീക്ഷ കഴിയുമ്പോഴും മിക്കു തന്നെയായിരിക്കും ക്ലാസ് ടോപ്പ്. ഒരിക്കൽ ഈ സങ്കടം അധികമായപ്പോൾ ചിക്കു തൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് തൻ്റെ സങ്കടം പറഞ്ഞു. തനിക്ക് മിക്കുവിനെ തോൽപ്പിക്കണം എന്ന്. എന്നാൽ കുറച്ചു നേരം എന്തോ ആലോചിച്ച കൂട്ടുകാരി പറഞ്ഞു, നീ മിക്കുവിനെ തോൽപ്പിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം? നിനക്കറിയുമോ, മിക്കുവിനെ വലുതാകുമ്പോൾ ഒരു IAS ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് അവൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അവൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിക്കുന്നത്. അല്ലാതെ ആരെയും തോൽപ്പിക്കുവാൻ വേണ്ടിയല്ല മിക്കു പഠിക്കുന്നത്. പിന്നെ നീ അവളെ തോൽപ്പിക്കാൻ നടക്കുമ്പോൾ സ്വയം ഒരു പരാജിതയായി മാറുകയാണ്. നിനക്ക് ലഭിച്ച മാർക്കിൽ അഭിമാനം കൊള്ളാൻ സാധിക്കുന്നില്ല. അതല്ലേ യഥാർത്ഥത്തിൽ വലിയ തോൽവി എന്ന് പറയുന്നത്. ചിക്കു, ഞാൻ ഒരിക്കൽ മിക്കുവിനോട് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുവാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ അവ പറഞ്ഞു തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി ചിക്കുവിനോട് ആ ടിപ്സ് പറഞ്ഞു കൊടുത്തു. ആ ടിപ്സിലെ ആദ്യത്തെ സംഗതിയാണ്, എപ്പോഴും പഠിക്കുന്നതിന് മുൻപ് ഈശോയോട് നാം നന്നായി പ്രാർത്ഥിക്കണം. 2, പഠിക്കുന്ന സമയങ്ങളിൽ പുസ്തകങ്ങൾ മാത്രം അടുത്ത് വയ്ക്കുക. TV, മൊബൈൽ ഫോൺ എന്നിവയെല്ലാം മാതാപിതാക്കളുടെ കൈവശം നൽകുക. 3, എക്സാം ദിവസം മാത്രമല്ല നാം പഠിക്കേണ്ടത്, എല്ലാ ദിവസവും പഠനത്തിനായി സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. 4, എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുവാൻ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാം എത്രയും അധികം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഹോബീസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഹോബീസ് ചെയ്യുക. 5, അധ്യാപകരോട് സ്നേഹത്തോടെ പെരുമാറുക. അവരോട് പഠന വിഷയവുമായി എപ്പോഴും അടുത്ത ബന്ധം പുലർത്തി സംശയ നിവാരണം നടത്തുക. 6, നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുക. 7, കൂട്ടുകാരോടൊപ്പം അന്നന്ന് പഠിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കൂടുതൽ അറിവ് സമ്പാദിക്കുക. 8, ജീവിതത്തിൽ വലിയ ലക്ഷ്യം കണ്ടുപിടിച്ച് അതിനെ അനുസൃതമായി നാം പഠിക്കുക. ആരെയും തോൽപ്പിക്കുവാൻ വേണ്ടി പഠിക്കരുത്. 9, പരീക്ഷ നമ്മുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരമായി കണ്ട് പരീക്ഷയെ പേടിക്കാതെ സമാധാനത്തോടെ മനസ്സ് ശാന്തമാക്കി എഴുതുക. 10, പരീക്ഷ നിങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആയതിനാൽ മറ്റാരുടെയും ഉത്തരങ്ങൾ പകർത്തി എഴുതുവാൻ പരിശ്രമിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി ചിക്കുവിന് നേരെ നോക്കി. ഇതെല്ലാം കേട്ടപ്പോൾ ചിക്കുവിന് തൻ്റെ തെറ്റുകൾ മനസ്സിലായി. തനിക്ക് നേർവഴി പറഞ്ഞു തന്ന സുഹൃത്തിന് നന്ദി പറഞ്ഞ് ചിക്കു നല്ല കുട്ടിയായി മാറി. കൂട്ടുകാരെ, പരീക്ഷ എന്ന സംഗതിയെ ഭയത്തോടെയല്ല
മറിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വേണം നമുക്ക് സ്വീകരിക്കുവാൻ. മിക്കുവിനെ പോലും നമുക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. കൂട്ടുകാരെ, ജീസസ് കിഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് മീ, യുവർ ടോമച്ചൻ, signing off.